സിനിമാ മേഖലയിലെ തർക്കത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നത രൂക്ഷം. ജി സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും നിലപാടുകൾ വ്യക്തമാക്കിയതോടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ രണ്ടു ചേരിയായി. ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച മോഹൻലാലും രംഗത്തെത്തി. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. തിയോഫിൻ വിവരങ്ങൾ നൽകാൻ തുടരുന്നു. തിയോഫിൻ, ഈ കുറച്ചുനാളായി സിനിമാ മേഖലയിൽ തുടങ്ങുന്ന പ്രതിസന്ധിയുണ്ട്. ഇതത് മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിലെ ഭിന്നത, താരങ്ങളടക്കം രണ്ട് ചേരിയിൽ ഇതിനോടകം തന്നെ നിലയുറപ്പിച്ച സാഹചര്യം. എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ നിർമ്മാതാക്കളുടെ സംഘടന കാണുന്നത്? ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ നിർമ്മാതാക്കളുടെ സംഘടന ഈ തർക്കരൂക്ഷമായതോടുകൂടി രണ്ട് ചേരിയിലാണെന്ന് ഒരു പ്രതീതി നിലവിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഏറെക്കുറെ അത് അങ്ങനെയാണ് താനും. കാരണം താരങ്ങളെ പിന്തുണ, അതായത് ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെ ചലച്ചിത്ര താരങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു വിഭാഗം, മറ്റൊന്ന് താരങ്ങളുടെ പ്രതിഫലം കൂടുതലാണെന്ന് വാദിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി സമരം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സുരേഷ് കുമാറിൻ്റെ പിന്നിൽ അണിനിരക്കുന്നവരും ചേർന്നുള്ള ഒരു വിഭാഗം, അങ്ങനെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള രണ്ട് ചേരി രൂപപ്പെട്ടു എന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ലിസ്റ്റിൻ സ്റ്റീഫൻ തയ്യാറാകുന്നത്. എന്തായാലും 11 മണിയോടുകൂടി ലിസ്റ്റിൻ സ്റ്റീഫൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സംഘടനയുടെ ട്രഷറർ കൂടിയാണ്. നേരത്തെ സംഘടനയുടെ പ്രസിഡന്റ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല, ആൻഡ്രൂ ജോസഫ്. അത് വലിയൊരു പ്രതിഷേധം, അല്ലെങ്കിൽ പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ ഔദ്യോഗികമായി സംഘടനയുടെ നിലപാടല്ല സുരേഷ് കുമാർ വിശദീകരിച്ചെന്നൊരു അഭിപ്രായം പുറത്തുയർന്നിരുന്നു. അത് പിന്നീട് സംഘടന തിരുത്തുകയും ചെയ്തു. സംഘടനയ്ക്ക് പറയേണ്ടത് തന്നെയാണ് പറഞ്ഞത് എന്നാണ്. പക്ഷേ രണ്ട് രീതിയിൽ ഈ വിഷയത്തെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ആദ്യം രംഗത്ത് വന്നപ്പോൾ മറ്റ് പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും താരങ്ങളുടെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല. സൂപ്പർ താരങ്ങളെയൊന്നും ലക്ഷ്യമിട്ട അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായി ആരെയും പറഞ്ഞുകൊണ്ടായിരുന്നില്ല സുരേഷ് കുമാർ പ്രതികരിച്ചത്. സുരേഷ് കുമാർ പറഞ്ഞിരുന്നതിനകത്ത് പൊതുവെ നിർമ്മാതാക്കൾക്കുണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്, 1-2 സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ കുത്തനെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നു, താരങ്ങളും ടെക്നീഷ്യന്മാരും പ്രതിഫലം വർദ്ധിപ്പിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, സിനിമയുടെ നിർമ്മാണ ചെലവ് വർദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രംഗത്ത് വന്നത്. പക്ഷേ ഇതിനിടെ അടുത്ത ദിവസം ചില മാധ്യമങ്ങളിൽ സുരേഷ് കുമാറിൻ്റെ അഭിമുഖം ഉൾപ്പെടെ വരികയുണ്ടായി. അതിൽ പറഞ്ഞത് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ചില പ്രതികരണം, അതിൻ്റെ നിർമ്മാണ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരേഷ് കുമാർ പറഞ്ഞതാണ് ആന്റണി പെരുമ്പാവൂരിനെ പ്രകോപിപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിടുന്നതും രംഗത്ത് വരുന്നതും. തുടർന്നാണ് മറ്റ് താരങ്ങൾ ഉൾപ്പെടെ ഉണ്ണി മുകുന്ദൻ, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണയുമായി രംഗത്ത് വരുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് മോഹൻലാൽ ഉൾപ്പെടെ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ആന്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് മോഹൻലാൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. പക്ഷേ മോഹൻലാൽ പറഞ്ഞ മറ്റൊരു കാര്യം, നമുക്ക് സിനിമയ്ക്കൊപ്പം നിൽക്കാം എന്നതാണ്. അതായത് പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് ഈ തർക്കങ്ങളില്ലാതെ സിനിമ വളരട്ടെ എന്ന രീതിയിലൊരു അഭിപ്രായമായിരിക്കാം മോഹൻലാൽ ഉദ്ദേശിച്ചത്. പക്ഷേ എന്തായാലും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച സ്ഥിതിക്ക് മോഹൻലാലിൻ്റെ ഉൾപ്പെടെ താരങ്ങളുടെ എല്ലാം പിന്തുണ ആന്റണി പെരുമ്പാവൂരിനും ആന്റണിക്കൊപ്പം നിൽക്കുന്ന മറ്റുള്ളവർക്കുമാണ് എന്നൊരു ധാരണ വന്നു കഴിഞ്ഞു. സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള വിഭാഗം മറുവശത്ത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താധാര, ഒരു സംശയം ജനങ്ങൾക്ക് മുന്നിൽ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ മാധ്യമങ്ങളെ കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം ലിസ്റ്റിൻ സ്റ്റീഫൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ശരി, തിയോഫിനാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.